എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത് സ്വകാര്യ മേഖല കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ KSRTCയുടെ ഈ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിൽ കിട്ടുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഒപ്പം സ്വകാര്യ ബസ് ഉടമകൾക്കും ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ചില ജില്ലകൾക്ക് കൂടുതൽ പരിഗണന, ചില ജില്ലകൾക്ക് പരിഗണനയില്ല. ഇങ്ങനെ ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട്. അതിലേറ്റവും ഒരുപക്ഷെ ആക്ഷേപം ഉണ്ടാകാൻ ഇടയുള്ളത് മലബാർ മേഖലയാണ്. നമുക്ക് മലപ്പുറത്തിൻ്റെ പൊതുചിത്രം കൂടി നോക്കാം. CV അനുമോദുണ്ട്. അനുമോദ്, എന്താണ് മലപ്പുറത്തെ ചിത്രം? മലപ്പുറം രാഷ്ട്രീയപരമായി UDFന് ഏറ്റവും പിന്തുണ നൽകിയ ഒരു ഇടമാണ്. പക്ഷേ ഈ കാര്യത്തിലൊന്നും രാഷ്ട്രീയം പറയേണ്ടതില്ല. പക്ഷേ ഒരു വലിയ ജില്ല എന്ന രീതിയിൽ നിന്നും പരിഗണിക്കുമ്പോൾ തന്നെ മലപ്പുറത്ത് എത്ര കണ്ട് ഈ സർവീസ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? മലപ്പുറത്തെ ജനങ്ങൾ അവർക്ക് ആശങ്കയുണ്ടോ ഞങ്ങൾക്ക് സൗജന്യം കിട്ടാതെ പോകുമെന്ന കാര്യത്തിൽ? സജിത്ത്, നമുക്കറിയാം മലപ്പുറത്ത് KSRTCയെ സംബന്ധിച്ച് വളരെ കുറച്ച് സർവീസുകൾ മാത്രമാണുള്ളത്. 4 ഡിപ്പോകളിൽ നിന്നായിട്ടാകെ 84 സർവീസുകൾ മാത്രമാണ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് മലപ്പുറം, പൊന്നാനി, നിലമ്പൂർ, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ, ഈ 4 ഡിപ്പോകളിൽ നിന്നായിട്ടാകെ 84 സർവീസുകൾ മാത്രമേ ഉള്ളൂ. അതിന് പുറമെ 50ഓളം സർവീസുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വളരെ കുറച്ച്, മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കുറച്ച് സർവീസുകൾ മാത്രം KSRTCയുടെ സർവീസ് നടത്തുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ സംബന്ധിച്ച് ഈ ഒരു ആനുകൂല്യം പൂർണ്ണമായിട്ടും ഇവർക്ക് എത്രമാത്രം ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഡിപ്പോയിലാണ്. ഇവിടെ പലരും ഉണ്ട്, യാത്രക്കാരാണ്. താത്ത, നാളെ മുതൽ KSRTCയിലൊക്കെ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ അവർക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മറ്റു പലരോടും ചോദിക്കാം. ചേച്ചി, എന്താണ് നാളെ മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് നാളെ മുതൽ. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? KSRTCയിൽ ഫ്രീ തമിഴ് இங்கே கேரளாவில் லேடிஸுக்கு ஃப்ரீயாയിട്ട് യാത്ര പോകുന്നത്, നോ ചാർജ്. തമിഴ് യാത്രക്കാണ്. എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? മലയാളം അറിയോ? ഊട്ടി ബസ്. ചേച്ചി എവിടുന്നാണ്? നിങ്ങളൊക്കെ ഇവിടുത്തേരാണോ? നാളെ മുതലേ KSRTCക്ക് ഫ്രീ ആണ് സ്ത്രീകൾക്ക് യാത്ര. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അതെ, സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അല്ലേ? ഓ പിന്നെന്താ. സ്ഥിരം യാത്ര ചെയ്യാറുണ്ടോ KSRTCയിൽ? ഇല്ല, ഇനി മുതൽ യാത്ര സ്ഥിരം ചെയ്യാം അല്ലേ? ഓ. ദാദാ, നാളെ മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം നിങ്ങൾക്ക്? നല്ല അഭിപ്രായം. ഉപകാരപ്പെടും അല്ലേ? ഉപകാരപ്പെടും. ഇവിടെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചു തരാം, മലപ്പുറം ജില്ലയിൽ സർവീസുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുമെന്ന കാര്യത്തിലൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്. യാത്രക്കാരുണ്ട്. നാളെ മുതൽ KSRTCയിൽ സൗജന്യ യാത്രയാണല്ലോ സ്ത്രീകൾക്ക്. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഇതിനു മുമ്പ് KSRTCയിൽ സ്ഥിരം യാത്ര ചെയ്യാറുണ്ടോ? യാത്ര ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചെയ്തില്ല. എന്താണ് സ്ത്രീകൾക്ക് മാത്രം മതി സൗജന്യം എന്നാണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നല്ലൊരു അഭിപ്രായമാണ്. എന്നാലും കുറച്ച് വികലാംഗര് അങ്ങനത്തെ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു പ്രയോജനമായിരുന്നു. അവരെയും കൂടി പരിഗണിക്കണം. സ്ത്രീകൾക്കൊപ്പം തന്നെ അല്ലേ? അതെ. എന്താണ് ഈ KSRTCയിൽ സ്ത്രീകൾക്ക് മാത്രം മതി സൗജന്യ യാത്ര? എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി അഭിപ്രായം? നാളെ മുതലുള്ള സൗജന്യ യാത്ര അതെങ്ങനെയാണെന്നറിയില്ല, തീരുമാനിക്കണം. എങ്ങനെയാ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് എല്ലാവർക്കും സൗജന്യ യാത്ര ഞാൻ പറയില്ല. എന്താണ് ചേട്ടാ നിങ്ങളുടെ അഭിപ്രായം? സ്ത്രീകൾക്ക് നാളെ മുതൽ സൗജന്യ യാത്രയാണ്? സ്ത്രീകൾക്ക് മാത്രം കൊടുത്താൽ പോരാ, പുരുഷന്മാർക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കാനുള്ള അഭിപ്രായം ഉണ്ട് നമുക്ക്. സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നുണ്ടായില്ല. എല്ലാവർക്കും കൊടുക്കണം. അതന്നെ മൂപ്പരുടെ അഭിപ്രായം. എനിക്ക് പറയാം, എല്ലാവർക്കും യാത്ര കൊടുക്കണം. അതിൽ കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും കൊടുക്കണം, ആണുങ്ങൾക്കും കൊടുക്കണം. നല്ല യാത്ര പോകുള്ളൂ. ഇല്ല, പറ്റില്ല. എല്ലാവർക്കും കൊടുക്കുന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരു ഉത്സാഹമുണ്ടാവുള്ളൂ. അല്ലാതെ ഈ പെണ്ണുങ്ങളുടെ കാര്യം കൂടെ ആണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ നിന്ന് പോകില്ല. മലപ്പുറം ജില്ലയിൽ വണ്ടികൾ വളരെ കുറവാണ്. അതെ, ഓർഡിനറി ബസ്സിൽ മാത്രം പോരാ, എല്ലാ ബസ്സിലും കൊടുക്കാനുള്ള ഒരു അഭിപ്രായം ഉണ്ട്. 3 വണ്ടിയാണ് തിരുവഞ്ചേരിയുള്ളത്. അതിലൊക്കെ ഓടൂല്ല. അവരങ്ങനെ പെണ്ണുങ്ങൾ കാര്യം പോവാ. സർവീസുകൾ ഏർപ്പെടുത്തണം അല്ലേ? ആരും ഏർപ്പെടുത്തുള്ളൂ. പിള്ളേരെ നിൽക്കാൻ പോവാ. അതൊക്കെയാണ് മലപ്പുറത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് സജിത്ത് പറയുന്നത്. കാരണം ഇവിടെ ബസ്സുകൾ അത് കുറവാണ്. മാത്രമല്ല അതന്നെ പൂർണ്ണമായിട്ട് ഓടുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കൊപ്പം കുട്ടികളെ കൂടി പരിഗണിക്കണം, അതേപോലെ വികലാംഗരെ കൂടി പരിഗണിക്കുന്ന ആവശ്യവും യാത്രക്കാരിൽ നിന്ന് ഉയരുന്നുണ്ട്. സജിത്ത്, ശരി, അതാണ് സാഹചര്യം. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം ആ പദ്ധതി പ്രഖ്യാപനത്തിന് വേണ്ടി. നാളെ മുതലുള്ള സൗജന്യ യാത്ര നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ജില്ലകളിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. എന്തായാലും അത് പരിഹരിക്കേണ്ടി വരും. അതൊരു പ്രതിസന്ധിയായി സർക്കാരിന് മുന്നിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നല്ലൊരു തീരുമാനം, കൈയടിക്കാൻ നമുക്ക് ആ തീരുമാനം നടപ്പിലാവട്ടെ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.